അല്ല, സോണിക്ക് കുറച്ച് നാളായിട്ട് കുറുമ്പ് കൂടി കൂടി വന്നിട്ടിരിക്കുക. കുറച്ച് നാൾ മുമ്പ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നായിരുന്നു. അതായത് ഒരു ഡിജിറ്റൽ ലൈസൻസ് എൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ BS5 ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെന്നാണെങ്കിൽ നമ്മളുടെ ഡിജിറ്റലി പർച്ചേസ് ചെയ്ത എല്ലാ ഗെയിമും ലോക്ക് ആയി പോകും. അപ്പോൾ ഇത് തിരിച്ച് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ആവണം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഗെയിം കളിക്കണമെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം എന്നാണ് സോണി പറഞ്ഞു വരുന്നത്. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സോണി പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അതായത് PS5 Pro ഇതിന്റെ എല്ലാം റേറ്റ് കൂടാൻ പോകുന്നു. ഡ്യൂ ടു ഗ്ലോബൽ എക്കണോമിക് ലാൻഡ്സ്കേപ്പ് ഇപ്പൊ ഉള്ള ഒരു അവസ്ഥയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കമ്പോണൻസിനൊക്കെ റേറ്റ് കൂടി. അപ്പൊ അതുകൊണ്ട് PS5 ഒക്കെ റേറ്റ് കൂടും എന്നാണ് സോണി പറഞ്ഞത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പോ കൺസോൾസ് ഒരിടത്തും കിട്ടാനില്ല. ആമസോൺ നോക്കിയാലും ഫ്ലിപ്കാർട്ട് നോക്കിയാലും അടുത്തുള്ള ലോക്കൽ സ്റ്റോഴ്സിൽ നോക്കിയാലും ഒരിടത്തും PS5 Pro ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നലെ സോണി പുതിയൊരു പരിപാടിയായിട്ട് വന്നത്. അതായത് PS+ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷനും റേറ്റ് കൂടാൻ പോകുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, 3 പ്ലാനാണുള്ളത്. എസെൻഷ്യൽ, എക്സ്ട്രാ, ഡിലക്സ്, ഈ 3 റേറ്റ് കൂടാൻ പോകുന്നത്. ഇതുപോലെയാണ് റേറ്റ് കൂടുന്നത്. അതായത് ഞാൻ എക്സ്ട്രാ ആണ് എടുത്തിട്ടിരുന്നത് വെച്ചത് 3 മാസത്തെ പ്ലാൻ ആണ്. എനിക്ക് 2000 റുപ്പീസ് ആയിരുന്നു. അത് നേരെ ചാടി 2600 പോകുന്നു. അപ്പൊ കൺസോൾസിന്റെ റേറ്റ് കൂടുന്നത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം, ഈ പറയുന്ന കമ്പണൻസിന്റെ ഒക്കെ റേറ്റ് കൂടുന്നത് കൊണ്ടാണെന്ന്. പക്ഷേ ഇതേപോലെ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ റേറ്റ് കൂട്ടുന്നത് ഇവന്മാർ എന്ത് എക്കണോമിക് ലാൻഡ്സ്കേപ്പ് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സൈഡിൽ കൂടി എക്സ്ബോക്സ് ഗെയിം പാസിന്റെ റേറ്റ് കുറച്ചോണ്ടിരിക്കുമ്പോൾ ഇവന്മാർ റേറ്റ് ഈ സൈഡിൽ കൂടി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിയെന്നാ, ഓക്കെ, ബൈ.